മേഘാലയയുടെ ശരിക്കുമുള്ള ഭീകരമായ കാലാവസ്ഥ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്യാമ്പ് ചെയ്ത സ്ഥലം കാണിച്ചിരുന്നു. അവിടെ തന്നെ ആയിരുന്നു നമ്മൾ ക്യാമ്പ് ചെയ്തത്. അവിടുന്ന് ക്യാമ്പ് ചെയ്തത് ഇന്നലെ രാത്രിയിൽ പെട്ടെന്നായിരുന്നു. ഇന്നലെയൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പെട്ടെന്ന് രാത്രി ഒരു 11 മണിയായപ്പോൾ ഇനി ഇടിവെട്ടും മഴയും കൊല്ലിയാനും ഒക്കെ ആയിട്ട് വൻ സീന്. ചിറാപൂജി നമുക്കറിയാം മഴയാണ് കൂടുതലുള്ളതെന്നൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ മഴ കുറവാണ്. എന്നാലും ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് മാറുക. നമ്മൾ ഹിമാലയത്തിലൊക്കെ ക്ലൈമറ്റ് മാറുന്ന കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് മാറി മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടും മഴ കേട്ടോ. വൻ സീനായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ. അപ്പോൾ ഇവർ വണ്ടിക്കകത്ത് നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് കിടന്നത്. ഇപ്പോൾ നമ്മളുള്ളത് മൗസ്മായി എന്ന് പറഞ്ഞൊരു കേവ് കാണാനാണ് വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു കേവ് കണ്ടപ്പോൾ അർവ കേവ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഇവിടെ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ വരുന്ന കുറച്ചുകൂടെ രസകരമായിട്ടുള്ള ഒരു കേവ് ഉണ്ട്. അതാണ് മൗസ്മായി എന്ന് പറഞ്ഞ ഈ ഒരു കേവ്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണിത്. നമ്മൾ നിന്ന സോറ മെയിൻ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. ബംഗ്ലാദേശിൻ്റെ ഒക്കെ ബോർഡറിനോട് ചേർന്ന് നടക്കുന്ന ഒരു ഭാഗമാട്ടോ. അപ്പോൾ നിങ്ങൾ രാത്രി നമ്മളെ വിളിച്ചായിരുന്നു അല്ലേ? സംഭവം പിന്നെ വേറെ ആരെ വിളിക്കും? അതിന്റെ ഇടയിലാണെങ്കിൽ അമ്മ പറഞ്ഞു വണ്ടി കുലുങ്ങണു. രാത്രിയിലെ കാറ്റും മഴയും അതുപോലെ ഇടിമിന്നൽ ഇവര് പേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ നമ്മള് ജീവനോടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇവര് മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് വരെ അയച്ചു. ഫോൺ എടുക്കുക വേഗം ഇടാന്ന് പറഞ്ഞിട്ട് ഒറ്റ മെസ്സേജ് അയക്കുക അവിടെ ഇടുക. നമ്മള് ഫോണ് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് സ്ലീപ്പിംഗ് ബാഗിന്റെ ഉള്ളിൽ കയറ്റി കാലിന്റെ ഭാഗത്തൊക്കെ ഇട്ട് പൊട്ടി തെറിക്കുകയാണെങ്കിൽ മാക്ക് വരെ ഫ്ലൈറ്റ് മോഡ് ആക്കി വെച്ചു. അല്ലെങ്കിൽ ഫോണെ കളിച്ചോണ്ടിരിക്കുന്നതാണ്. നമുക്കാണ് പിന്നെ കൂടുതൽ പേടിക്കാനുള്ളത്. നമ്മുടെ വണ്ടിക്കകത്ത് ഫുള്ള് സ്വിച്ച് ബോർഡ് പിന്നെ എന്തൊക്കെയാ സോളാറ്. അപ്പൊ മാക്ക് പറഞ്ഞിട്ടില്ലേ സോളാറിൽ ഒന്ന് അടിച്ച് വണ്ടി കത്തിപ്പോന്നാ പേടിച്ചത്. എന്തായാലും സീനൊന്നുമില്ല. എന്തായാലും ഇങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് ഇപ്പൊ മനസ്സിലായി. പകലുള്ള ഈ ഒരു തെളിഞ്ഞ കാലാവസ്ഥ നോക്കിയിട്ട് കാര്യമില്ല. രാത്രി ചിലപ്പോ പെട്ടെന്നായിരിക്കും കാലാവസ്ഥ മാറുന്നത്. ശരിക്കും ഇവിടെ മഴ ഡെയിലി ഉണ്ട്. മഴ മിക്ക ദിവസവും ഉണ്ട്. മേഘാലയ വന്നു കഴിഞ്ഞാൽ മേഘാലയ മറ്റേ മേഘങ്ങളുടെ നാടാന്നൊക്കെ പറയുമ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷ ഉണ്ടാവുന്നില്ല. ഒരു പെട്ടെന്ന് എത്ര വേഗം ഒരു കാലാവസ്ഥ മാറുന്ന അവസ്ഥ ഒരു 10 മണി കഴിഞ്ഞപ്പോ ഒറ്റയടിക്കാണ്ട് മാറുമായിരുന്നു. അപ്പോൾ അതെ നമ്മളെന്തായാലും അതൊക്കെ വിട്ടിട്ട് നമുക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കേവാട്ടോ മൗസ്മായി എന്ന് പറയുന്നത് നമ്മുടെ മേഘാലയയിലെ ചിറാപൂഞ്ചിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കേവാണ്. ലൈം സ്റ്റോൺ കേവ് തന്നെയാണ്. അപ്പോൾ കുറച്ച് ഇതിനെപ്പറ്റിയൊക്കെ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ നമ്മുടെ വീഡിയോയിൽ പോയി വെള്ളച്ചാട്ടവും കേവും മാറി മാറി കളിക്കുക. ഡൗക്കി ട്രിപ്പിൽ പോയപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടവും ലിവിംഗ് റൂട്ടും ആയിരുന്നു. ഒരു ബാംബു ട്രക്കിംഗ് ആണ് അതിലിപ്പോൾ എക്സ്ട്രാ വന്നിരിക്കുന്നത്. ലിവിംഗ് റൂട്ട് കണ്ട് കുറേ പേര് മടുത്തു. അതിനിപ്പോൾ ഇവിടെ ഉള്ള കേവും വെള്ളച്ചാട്ടവും കണ്ട് തന്നെ ഒരുപാട് പേര് മടുക്കും. പക്ഷേ നമുക്ക് ഇവിടെ വന്നാൽ കാണാനുള്ളത് ഇത് തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെന്തായാലും ആദ്യം റൗണ്ട് സ്ഥലങ്ങളെല്ലാം കണ്ട് തീർത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ ഇവിടുത്തെ സാധനങ്ങൾ ഇവരുടെ ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. അതുപോലെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. ജസ്റ്റ് നമ്മൾ ആ ഒരു മൗസ്മായി എന്ന് പറയുന്ന കേവ് ഒന്ന് കയറി കാണും. നമ്മൾ കഴിഞ്ഞ കേവ് കാണാൻ പോയപ്പോൾ ആ മലയാളികൾ പറഞ്ഞത് ഈ കേവാണ് രസം എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ക്യാൻസൽ ആക്കിയാനെ. നമ്മൾ ആ കേവിന് അത്യാവശ്യം രസമായിരുന്നു. അവർ ഇത് ആദ്യം വന്ന് കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു കേവാണ് രസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ ഒരു കേവിലേക്ക് കയറുന്ന എൻട്രി പോയിന്റ് കേട്ടോ. ഇവിടുന്ന് എൻട്രി കയറുന്നത് ഒരു ഭാഗത്തൂടെയും ഇറങ്ങുന്നത് വേറൊരു ഭാഗത്തൂടെയാണ്. ഇവിടെ ആ ഒരു കേവിൻ്റെ മാപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് എക്സിറ്റിൻ്റെ അവിടെ വരെ ഏകദേശം 150 മീറ്ററാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഇവിടെ 30 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്. അതേപോലെ തന്നെ ക്യാമറയ്ക്ക് 20 രൂപ. മൊബൈൽ ക്യാമറ ആണെങ്കിലും 20 രൂപ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു ക്യാമറയ്ക്കുള്ള പൈസ എടുത്തു. അതേപോലെ തന്നെ ഇവിടെ 3 പേരിൽ കുറവാണെങ്കിൽ ഇവിടെ ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട്. 90 രൂപയാണ് ഫിക്സഡ് റേറ്റ്. അതായത് 3 പേരുണ്ടെങ്കിൽ 90 രൂപ കൊടുക്കണം. 30 രൂപ ചാർജ് വെച്ചിട്ട്. അല്ലാണ്ട് നിങ്ങൾ ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും മിനിമം 90 രൂപ കൊടുത്താലേ അവർ കയറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റ് സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ. എന്ത് പരിപാടിയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ കയറി വരുന്ന ഭാഗം ആദ്യം ഇതുപോലെ ഫുഡ് സ്റ്റെപ്സ് ആണ് അവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി കുറച്ച് പോകണം. നമ്മൾ കഴിഞ്ഞ അർവ കേവൊക്കെ പോയപ്പോൾ കയറിയ വഴി കൂടെ തന്നെ ആയിരുന്നു തിരിച്ചിറങ്ങി. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് നമുക്ക് മറ്റൊരു സൈഡിൽ കൂടെ തിരിച്ചിറങ്ങാൻ പറ്റും. നമുക്ക് അധികം എന്തെങ്കിലും നടക്കാനൊന്നുമില്ലായിരുന്നു. കുറച്ചുകൂടെ സ്റ്റെപ്പ് കയറി ഉടനെ നമ്മൾ ആ ഒരു എൻട്രി പോയിന്റിലെത്തി കേട്ടോ. ഇത് മറ്റേ കേവ് പോലെ അത്ര വലിയ സംഭവം നല്ല കുറച്ച് നാരോ ആയിട്ടുള്ള വഴികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ അതിനെപ്പറ്റി ഇത് ഇവിടെ പണിഞ്ഞതിൻ്റെ കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റ് പോലെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു സംഭവം പണിഞ്ഞ അതിനെപ്പറ്റി ഒരു ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേവിലേക്ക് ചേർന്ന എൻട്രി ഭാഗം. അപ്പോൾ അതേ കയറുന്ന ഭാഗം നോക്കിയാൽ നമുക്ക് മറ്റുള്ള കേബിളിൽ കടന്ന് ഇതുപോലെ ഒരു ടൂറിസ്റ്റ് വരുന്ന കേബിളെല്ലാം ഇതേപോലെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വെളിച്ചവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത് കുറച്ച് കല്ലും ഇതൊക്കെ കയറി പോകേണ്ട തരത്തിലുള്ള കേവാണ്. പിന്നെ നമ്മൾ അന്ന് കണ്ടായിരുന്നു ലൈം സ്റ്റോൺ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടോ.
ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, ഈ ഒരു കേവിനകത്തെ. അപ്പോൾ നമുക്ക് നല്ല നല്ല വിഷ്വലുകൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോസിലുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇതെന്തോ ഒരു ലൈം സ്റ്റോണിൻ്റെ ഫോർമേഷനും കൊണ്ട് ഉണ്ടായതാണ് ഇങ്ങനെ ഈ തൂങ്ങിക്കിടക്കുന്നത്. ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് കറക്റ്റ് അറിയാം, നമുക്കിതിനെപ്പറ്റിയൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ മേൽഭാഗമൊക്കെ നോക്കി, ഇതിൻ്റെ മേലെയൊക്കെ കണ്ടോ നല്ല നല്ല ഡിസൈന്. ഇത് ഓരോന്ന് പറിച്ചിട്ട് കൊണ്ടുപോയി വീടൊക്കെ വെക്കുമ്പോൾ മേലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തൂക്കിയിടാം. ഇതിന് അകത്തൊക്കെ നല്ല നല്ല ഡിസൈനാട്ടോ. ഇത് നോക്കിയാൽ നിങ്ങൾ ഇതുമേലൊക്കെ ഓരോ കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് പല ഭാഗങ്ങളും. എന്തായാലും നിങ്ങൾ കുറച്ച് വിഷ്വലൊക്കെ കണ്ടു നോക്കുക, അപ്പം മനസ്സിലാവും. ഇവിടെ ഒരു വലിയ കഷ്ടമായിട്ട് നിൽക്കുന്നുണ്ടോ നമ്മൾ പോകുന്ന വഴിയിൽ. ഇതൊക്കെ സെറ്റാട്ടോ. പിന്നെ ഏതുണ്ടോ അതുപോലെ ഞാൻ പറയുന്നത് ഞാനോന്നത് ചെറിയൊരു വഴിയാട്ടോ. ഇതിനിടയിൽ കൂടെ തടിയുള്ളവർക്കൊന്നും ഇതിനകത്തൂടെ പോകാൻ പറ്റത്തില്ല. നമ്മളെ വെളിച്ചം ഇല്ല, അതെ കുനിഞ്ഞ് കുനിഞ്ഞ് കുനിഞ്ഞ്. എന്തുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്? അതാ ലൈറ്റ് പോയി. ഇത് മിനറൽസ് വന്നിട്ട് ഹാങ് ചെയ്യാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് റൂഫിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് തൂങ്ങുന്നതാണിത്. ആണോ? കടലിനടി കാണുന്ന സംഭവങ്ങളാണോ ഇത്? നമ്മളിങ്ങനെ സ്കൂബ ഡൈവ് ഒക്കെ ചെയ്യുമ്പോൾ കാണുന്ന ടൈപ്പ് അങ്ങനത്തെ ഓരോരോ ഷേപ്പുകൾ കൊണ്ട് കേട്ടോ. ഞാൻ പറയായിരുന്നു മേഘാലയ ഫോസിൽസ് ഞങ്ങൾ ഇറങ്ങുമ്പോ കണ്ട്. ഫോസിൽസ് ഉണ്ടോ? ഒരു കല്ലില്, കാരണം ഇതൊക്കെ മിക്സഡ് ആയിട്ട് ഉള്ളതായിരിക്കില്ലേ? ആയിരിക്കും. എന്തായാലും ഇവിടെയും ഫോസിൽസ് ഒക്കെ കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും നല്ല നല്ല ഡിസൈനുകളാട്ടോ ഇത്. ഓക്കെ, അതുപോലെ ഇനി അങ്ങോട്ടുള്ള വഴിയുണ്ടോ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് നാരോ ടൈപ്പ് വഴിയാണ്. നമ്മളിതുപോലെ ഇങ്ങനെ കുനിഞ്ഞ് ഗ്യാപ്പിൽ കൂടെ വേണം. ഓ ഇവര് നേരെ പോവാം. നടക്ക് ആ വഴി കൂടെ പോവാം. നിനക്ക് നേരെ പോവാം. ഇതാ അവര് വരുന്ന കാണിച്ചാൽ നിങ്ങളോട് വന്നേ വന്നേ. എക്സിറ്റ് എന്ന് പറഞ്ഞു പുറത്തേക്ക് പോകേണ്ടത് ഈ വഴിയാണ്. ഇത് ഇവിടുത്തെ ഡിസൈൻ നോക്കിയേ, നല്ല മെഴുക് പോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ തിളങ്ങുന്നു. കൊള്ളും. വരുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വാ. വന്നോ. അവര് വരുന്ന കണ്ടോ കേട്ടോ. ചെറിയ നാരോ വഴികളാണ് ഇതിനകത്തൂടെ ഉള്ളത്. അതാണ് ഈ ഒരു കേവിന്റെ പ്രത്യേകത. അങ്ങോട്ട് ഇരുന്ന് നിരങ്ങി പൊക്കോ. മറ്റേ പോലെ സുഖമൊന്നും അല്ല ഇത്. അതുപോലെ ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ഗ്യാപ്പാണ്, പക്ഷെ അങ്ങോട്ടുള്ള വഴി ഇവർ അടച്ചിട്ടേക്കാണ്. നമുക്ക് പോകാൻ ആകെപ്പാടാൻ 150 മീറ്റർ എങ്ങാണ്ട് ഇവര് തുറന്നു വന്നിട്ടുള്ളൂ. കേവിന്റെ ഉള്ളിലേക്ക് ഒരുപാട് വഴികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അറിയുമോ? അത് വേണ്ട, ഇറങ്ങിയൊക്കെയാ പോകുന്നത്. പക്ഷെ നല്ല കുനിഞ്ഞു പോണല്ലേ, തലമണ്ട ഇടിക്കും. നല്ല സീന. മറ്റേ നമ്മൾ അവിടുന്ന് കണ്ട അവിടത്തെ ഇതിലൊക്കെ നല്ല തണുപ്പുണ്ട്, പിന്നെ പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. നല്ല മെഴുകു പോലെ ഉണ്ടാക്കിയ പോലെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒറിജിനൽ ആട്ടോ. ഇതുണ്ടോ പിടിക്കാനൊക്കെ നല്ല മെഴുക് സംഭവം സെറ്റ്. ഇങ്ങനെ തലവിടാനൊക്കെ നല്ല സുഖമുണ്ട്. ആ ഒരു നാരോ വഴി കഴിഞ്ഞപ്പോണ്ടല്ലോ ഇവിടെ നോക്കി കുറച്ച് പൊക്കത്തിൽ നമുക്ക് മേലേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. ഒരു കൂടാരം പോലെ മേലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുക കേട്ടോ. മറ്റൊരു സംഭവം എന്താ വെച്ചാൽ ഇതിലുണ്ടല്ലോ തിളങ്ങുന്ന കാണാം. ഇതൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് വിഷ്വലിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. കണ്ണുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇതിങ്ങനെ തിളങ്ങുന്നത് നല്ലപോലെ ഗിൽറ്ററിങ് ഒക്കെ ഉണ്ടിട്ട് ഇതിൽ. അതാണെങ്കിൽ
ചെറുതായിട്ട് കാണാൻ പറ്റില്ല, ലൈറ്റ് ഇങ്ങനെ അനക്കുമ്പോൾ തിളങ്ങുന്നത് അല്ലേ. ഇവരെന്തായാലും പ്രോപ്പറായിട്ട് ഇതുപോലെ വഴിയൊക്കെ കോൺക്രീറ്റ് ചെയ്തൊരു പാലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അടി കൂടെ ഒക്കെ മഴക്കാലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആവില്ല. ഈ അടി കാണുന്നൊക്കെ വെള്ളം ഒഴുകുന്ന തോടുകളാണ്, ഇതിനകത്തൂടെയൊക്കെ വെള്ളം ഒഴുകും. ഞാനത് ഗൂഗിളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചപ്പോൾ അവർ പറഞ്ഞത് മൺസൂണിൽ വരണം എന്നാണ്. ഇവിടുത്തെ കേബിളെല്ലാം മൺസൂണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷൂ ഒക്കെ ഊരിയിട്ട് വെള്ളത്തിനകത്തൂടെ ഒക്കെ പോകേണ്ട അവസ്ഥയുണ്ടാവും. നമ്മളിപ്പോൾ കഴിഞ്ഞ കണ്ട കേവാണേലും ഈ കണ്ട കേവാണേലും ഒക്കെ മഴക്കാലത്ത് വേറൊരു ലുക്കായിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പോൾ ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കണ്ട് കവർ ചെയ്യാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു സീരിയലിനോ ഒരു ഹിന്ദി സീരിയലിനൊക്കെ സെറ്റ് ഇട്ടേക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. മൊത്തം ഇത് നോക്കി, ഫുൾ അടിപൊളി. ഇത് ക്യാമറ കാണുമ്പോൾ എത്രമാത്രം ഇതാണെന്നൊന്നും അറിയത്തില്ല, ശരിക്കും ഒന്ന് കാണണം. ഇതുണ്ടോ, മൊത്തം ഒരു ബാഹുബലി പടത്തിലൊക്കെ സെറ്റ് ഇട്ടേക്കുന്ന പോലെ ഈ ഗുഹേൻ്റെ ആകാം. ഈ മേലേക്ക് ഓരോരോ ഷേപ്പിൽ തൂങ്ങി കിടക്കുന്നതൊക്കെ കാണാം, അടിപൊളി. വെച്ച് നോക്കുമ്പോൾ തെന്നുന്നുണ്ടോ? ഓ, ഇത് മൊത്തം നമ്മൾ ഇങ്ങനെ കുനിഞ്ഞും അങ്ങനെയൊക്കെ തന്നെ പോകണുണ്ടോ. ഇന്നലെ നമ്മൾ പിന്നെ വേറെ ട്രക്കിങ് ചെയ്ത് ആ ഒരു വെള്ളച്ചാട്ടത്തിന് അവിടെ ഒക്കെ പോയോണ്ടേ കുറെ പാറേൻ്റെ ഇടുക്കിലൂടെ ഒക്കെ ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് സീനില്ല. ഇതുണ്ടോ, എൻ്റെ അമ്മേ. ഏത് ഇത് മിനുസപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ഒറിജിനലാടാ. സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മിനുസപ്പെടുത്തിയതാണ് മാക്ക് പറയുന്നത്. ഇതെല്ലാം അതുകൊണ്ടാണ് ഏത് അത് ഞാൻ പറഞ്ഞു ഓൾറെഡി വീഡിയോയില്. ഒഴിഞ്ഞു നോക്കാറ് കണ്ടോ, മാക്ക് ആദ്യം ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒഴിഞ്ഞു നോക്കലായിരുന്നു. ഞാനത് വീഡിയോയിൽ പറഞ്ഞേ. ഈ ആനക്കുട്ടിന്റെ തുമ്പിക്കൈയൊക്കെ നമുക്ക് ഇതേലും ഇങ്ങനെ തൊട്ട് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ തലോടാനൊക്കെ നല്ല സുഖമാണ്. ഇത് പിന്നെ കുറച്ചുകൂടെ ഇതാ, ഇതില് നല്ല സ്ഥലങ്ങൾ വേറെ മണലിൽ നിന്നൊക്കെ കിട്ടൂലേ കുട്ടികള് കളിച്ചാലെടുക്കുന്നത്. അത് പറഞ്ഞു, ഇതിലിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നല്ല തണുപ്പും ഉണ്ട്, പിന്നെ നല്ല സുഖമുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളു. മാക്ക് ആദ്യം വന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിൽക്കുക, ഇതിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തുരസിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളങ്ങനെ ഒരു 150 മീറ്റർ കഴിഞ്ഞ് നമ്മളിത് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്തെത്തി. ഞാൻ പറഞ്ഞത് ഇറങ്ങുന്നത് വേറെ വഴിയാണ്. ഇവിടെ കണ്ടോ നിങ്ങൾ മുകളിലൊരു ഓപ്പണിങ് കണ്ടോ, നമ്മൾ പല ഗുഹയിലും കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ട് വഴിയുണ്ടോ? അതെ, അങ്ങോട്ടൊരു വഴി, പക്ഷെ അത് പോകാൻ പറ്റുന്ന വഴിയായിരിക്കൂലേ? ഉണ്ടോ? അപ്പം അതിലേയും പോകായിരിക്കും. അപ്പോൾ ഇതിലേ നമുക്ക് പുറത്തേക്കാ? ഓ, അപ്പോൾ ഇതിലേയും പുറത്തേക്ക് ഇറങ്ങാം. അതിലേ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ പുറത്തുനിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കാം. ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതുകൊണ്ടോ മേലെ നിന്ന് സൂര്യൻ്റെ ആ റേ അടിക്കുന്നുണ്ടോ, ഗുഹേൻ്റെ മേലെയുള്ള ഗ്യാപ്പിൽ കൂടെ നമുക്ക് കറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗം കണ്ടോ. കറക്റ്റ് മേലേനെ കടിച്ചിട്ട് കുറച്ച് ഫോഗൊക്കെ ഉള്ള ടൈമാണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ ഇതിനകത്ത് എടുക്കാം കേട്ടോ. ചിലപ്പോൾ രാവിലെയൊക്കെ വന്നാൽ കിട്ടുമായിരിക്കും. അങ്ങനത്തെ നമ്മൾ രണ്ടാമത്തെ വഴി, 2 വഴിയുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ. രണ്ടാമത്തെ വഴി നോക്കി നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതുണ്ടോ, ഇതാണ്. അപ്പോൾ ഇത് സെറ്റ് സ്ഥലമായിരുന്നു. ഇതേതാ വഴി? നമ്മൾ ഇറങ്ങി വന്നത് ആ ഗ്യാപ്പിലൂടെയാണ്. അതിലേ വന്നിട്ട് ഇതിലേ ഇങ്ങനെ വേണം ഇനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ വേറൊരു ഓപ്പണിങ്. ഇതിനകത്ത് എന്താ ഇതിൽ വെളിച്ചമില്ലല്ലോ? അല്ല, ഇതുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു ഓപ്പണിംഗ് ആണ്. അയ്യോ, ഇത് ഇരുട്ടാ. പോണോ? അഡ്വഞ്ചർ വേണോ? ഫുള്ള് ഇരുട്ടാ. വേണേ കയറി നോക്ക്.
കുരിഞ്ഞൊക്കെ വേണം പോവാൻ. ഐ ഇത് കഴിഞ്ഞ് ഇതിന് മേലേക്കൊക്കെ കയറി പോണം. ഓ ഇത് വേറെന്തോ സംഭവം. അതൊക്കെ ഇവിടുന്ന് ഹൈറ്റിലേക്ക് വേണം നമ്മൾ കയറി. കൂടെ കൊത്തിപ്പിടിച്ച് വലിഞ്ഞ് വേണമെങ്കിൽ കയറി പോകുന്നത്. ആൾക്കാർ കയറുന്നൊക്കെ ഉണ്ട്. ഞാൻ അവിടെ കയറി നിൽക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് പുറത്തെത്തി. ഇതിനകത്തേക്ക് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ദൂരം കയറി നോക്കി, പക്ഷെ അതിങ്ങനെ ഹൈറ്റിലേക്ക് കയറി പോവാണ്. പിന്നെ വെളിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നബേ തിരിച്ചറിഞ്ഞല്ലേ, ഈ കേവ് വെറൈറ്റി കാഴ്ചകളായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കേവ് ഒന്നും കാണേണ്ട കാര്യമില്ല. നമ്മൾ 2 തരത്തിലുള്ള കേവുകൾ കണ്ടു, 2 ലൈം സ്റ്റോൺ കണ്ട്. പിന്നെ ഇവിടെ സാൻഡ് സ്റ്റോൺ കേവുകളുണ്ട്. ചിറാപുഞ്ചിയിലല്ല, മേഘാലയയിലുണ്ട് സാൻഡ് സ്റ്റോൺ. ഇനി അത് വെറൈറ്റി ആയിരിക്കുമോ അറിയത്തില്ല. എന്താന്ന് അങ്ങനത്തെ മണ്ണിന്റെ അത് നമ്മുടെ നാട്ടിലുള്ള തരത്തിലുള്ള കേവ് അല്ലേ? നമ്മുടെ നാട്ടിലുണ്ട് കുറച്ച്. മറ്റേ ഇയാളെ കുളിച്ചിരുന്ന പഴശ്ശിരാജയൊക്കെ കുളിച്ചിരുന്ന പറയുന്നുണ്ട്. ടിപ്പു സുൽത്താന്റെ കോട്ട മറ്റേ കുഴികളൊക്കെ ഉണ്ട് മലപ്പുറം സൈഡിൽ. മലബാർ സൈഡിൽ ഒരുപാട് അകത്തെ ഗുഹകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കേവിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണം കേട്ടോ. സംഭവം രസമായിരുന്നു. നമ്മൾ മുന്നേ കണ്ട കേവിൻ്റെ പോലെയല്ല, ഉള്ളിൽ കുറേ ഡിസൈനുകളാണ്. മറ്റേത് കുറച്ചുകൂടി ഫോസിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറിയത്. ഇവിടെ ഫോസിൽസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മൊത്തം കേവിലാണ് കേട്ടോ. അതേ മൗസ്മായി കേവ് എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ഒരു കേവിൻ്റെ വെൽക്കം ബോർഡാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇതിൽ നിന്നിപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴി, മറ്റേ വഴി ഇതേ കയറി പോകുന്ന വഴി അയിലെയാണ് പോകുന്നത്. അതിലേ പോയിട്ട് നമ്മൾ കേവിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി ഇതിലേ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഇവിടെ അതേ മറ്റൊരു ഓപ്പണിങ്ങിലേക്കുള്ള വഴിയാണ്. ഇവിടെ നമ്മൾ വേറെ സ്പെഷ്യൽ ടിക്കറ്റ് 20 രൂപ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിൽഡ്രൻസ് എൻട്രി 20 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് വേണം 2ാമത്തെ കേവ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ. അതിനങ്ങോട്ട് പോകുന്ന വഴിയാട്ടോ അത്. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു കേവ് ഒന്നും എന്തായാലും കാണുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണതിനെ പറ്റി അറിയണമെന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ 2ാമത്തെ കേവ് കൂടെ പോയി വിസിറ്റ് ചെയ്യാം. ഇവിടുത്തെ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന ആ ഒരു പരിപാടിയുണ്ട്. അവരിപ്പോൾ നമ്മളെ വിളിച്ചു കേട്ടത്. കാസി ഡ്രസ്സിൽ കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് ഫാമിലിയായിട്ട് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഗുഹേൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെ ഇന്ന് നമ്മൾ ആ ഒരു കേവിൻ്റെ അടുത്തായിട്ട് തന്നെ അതേ റൂം എടുത്തു കേട്ടോ. ഇവിടെ അതേ വെറ്റ്ലാൻഡ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേവിൽ നിന്ന് തിരിച്ച് സോഹറയ്ക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു റൂമാണ്. നമ്മൾ 4 പേർ കൂടെ 1500. പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ കേട്ടോ, ചിറാപുഞ്ചി അത് വായിച്ചേക്കുന്നുണ്ടോ, വരച്ചേക്കുന്നുണ്ടോ? അവര് ബോർഡ് മാറ്റിയതാ. അത് ഞാൻ വന്ന ഉടനെ പറഞ്ഞതാ, അല്ല കണ്ടതാ ഞാൻ. ഇവിടെ ഞാൻ പറയുന്നത് ചിറാപൂജി എന്നുള്ള ബോർഡ് എവിടെയും കാണത്തില്ല എന്ന് പറഞ്ഞു, പേര് മാറ്റി. പക്ഷെ അവരത് അവിടെ ചിറാപൂജി എഴുതി, പഴയ ബോർഡാണ്. അതിന്റെ മേലെ കൂടെ അവരത് ഒട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പറിച്ചു കളഞ്ഞതാ, അത് വെട്ടി. വേറെ എവിടെയും നമുക്ക് ചിറാപൂജി കാണാൻ പറ്റത്തില്ല. ചിറാപൂജി എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ 1500 രൂപയ്ക്ക് 4 പേർക്ക് എടുത്ത റൂമാണ്. ഇവിടെ അങ്ങനെ റൂം ലക്ഷറി ആയിട്ട് വരുന്നുണ്ട്. 4 പേർക്കല്ലേ ഇവിടെ ചിറാപൂഞ്ചി. ഈ ഒരു മേഘാലയ വന്ന പിന്നെ റൂമിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് ഇവിടെ വാനൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ റൂമിൽ ഒതുങ്ങി കൂടുകയാണ്, വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാണ്. ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ടൗണിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും മൗസ്മായി എന്ന് പറഞ്ഞ ആ ഒരു കേവിൻ്റെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി അടുത്ത ചിറാപുഞ്ചിയിൽ എല്ലാവരും പോകുന്ന ഒരു ലിവിംഗ് റൂട്ടുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ലിവിംഗ് റൂട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് മേഘാലയയിലെ ഫേമസ് ആയിട്ടുള്ളത്. അത് ഏകദേശം ഒരു 3000-3500 സ്റ്റെപ്പ് അങ്ങാണ്ടൊക്കെ ഇറങ്ങി വേണം പോകാൻ. അത് റെയിൻബോ ഫാൾസ് എന്നൊക്കെ പറഞ്ഞ ഒരു ട്രക്കിംഗ് റൂട്ടുണ്ട്. അത് നമ്മൾ നാളെ ഇവിടുന്ന് ഇറങ്ങും. 2 ദിവസം ട്രക്കിംഗ് ആയിരിക്കും. നമ്മൾ പോയി ക്യാമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്യും. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ.